എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഷ്ണങ്ങളൊക്കെ കണ്ടോ? അപ്പോൾ എന്നാ കറി വയ്ക്കണമെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു അവിയലാണ്. അപ്പോൾ ഞാൻ ചേന അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത്. അപ്പോൾ ചേന എടുത്തിട്ടുണ്ട്, പിന്നെ കുമ്പളങ്ങ, കപ്പളങ്ങ. അപ്പോൾ ചേനയെക്കാട്ടിൽ അല്പം കൂടെ കുറവാണ്. പിന്നെ കാരറ്റ്, പടവലങ്ങ, ബീൻസ്. പയറ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ബീൻസ്. പിന്നെ മുരിങ്ങക്കോല്, ഏത്തക്ക, മാങ്ങയില്ല, അതിന് പകരം തക്കാളി, പിന്നെ സബോള, വഴുതനങ്ങ ഇത് മുഴുവൻ ഇടുന്നില്ല, പകുതി ഇടുന്നുള്ളൂ. അതുപോലെ ചീരയാണെങ്കിൽ മഴക്കാലം അല്ലേ, അപ്പം അതിനൊന്ന് ഇലയെല്ലാം പോയിരിക്കുന്നത്. അപ്പം 2 തണ്ടെടുത്തോണ്ട് പോന്നു. പച്ച ഇല എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു കളർ കൂടെ ആട്ടെ എന്നോർത്ത്. എല്ലാ കളറും ആകുമല്ലോ. ഇപ്പം എന്ത് കറി വെച്ചാലും എല്ലാ കളറിലുമുള്ള റെയിൻബോ ആയിട്ടുള്ളത് വേണമെന്നാണല്ലോ പറയുന്നത്. അപ്പം വിവിധ കളറിലുള്ളതായി ചേന, കാരറ്റ്, കപ്പളങ്ങ, കുമ്പളങ്ങ, ഇതെല്ലാം ചേർത്ത് നമുക്കൊരു അവിയൽ വയ്ക്കാം. ഇനി തേങ്ങയും കരിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ നമ്മുടെ അവിയൽ റെഡിയാകും. ജീരകം അരയ്ക്കണം. അപ്പം നമുക്ക് നോക്കാം. അവിയലിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് ഇടാം. ആദ്യം ഇടുന്നത് ഈ പാത്രത്തിന് അരപ്പാത്രം ചേനയുണ്ട്, അതാണ് ആദ്യം ഇടുന്നത്. ഇനി കപ്പളങ്ങയും കുമ്പളയും. കപ്പളങ്ങയും കുമ്പളയും കൂടെ ചേനയുടെ അത്രയും അളവുണ്ട്. ഇനി ഇടുന്നത് വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു. വഴുതനങ്ങയും ഇവിടെ ബീൻസ് വെള്ളത്തിൽ കിടപ്പുണ്ട്. ഇതൊക്കെ ഉപ്പ് വെള്ളത്തിലാണേ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കഴുകിയെടുക്കണം. ബീൻസ്, പടവലങ്ങ, വാഴയ്ക്ക, ഇത് ഉപ്പ് വെള്ളത്തിലല്ല, വാഴയ്ക്ക, കാരറ്റ്, ഇതെല്ലാം കൂടെ ഈ ചേനയും കപ്പളങ്ങയും കുമ്പളങ്ങയോടെ എടുത്ത് എത്രയുണ്ടോ അത്രയും തന്നെ ഉണ്ട് ഇതെല്ലാം കൂടെ എടുക്കുമ്പോൾ. അതായത് പകുതി ചേനയും കപ്പളങ്ങയും കുമ്പളങ്ങയും കൂടെ അവിയലിൻ്റെ കഷ്ണങ്ങളിൽ പകുതിയായിട്ടുണ്ട്. ബാക്കി പകുതി ഇതെല്ലാം കൂടെ ചേർത്തണം. ഉണ്ട്. ഈ പാത്രത്തിൻ്റെ ഒരു മുക്കാൽ പാത്രമായിരുന്നില്ല ചേന എടുത്ത്. ഈ പാത്രത്തിൻ്റെ ഒരു കൂമ്പാരമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തപ്പം അപ്പം നമുക്ക് ചട്ടി മാറേണ്ടി വരുമോ? ഇനി നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ പിന്നെ ഇട്ടാൽ മതി. ഉള്ളി ഞാനിപ്പോൾ ഇടുവാണ്. അവിയലിന് ഉള്ളി ചേർക്കാതെയും കാണുന്നുണ്ട്, പക്ഷേ ഞാൻ സവോളയോ ഉള്ളിയോ നന്നായിട്ട് ചേർത്തിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു സവോള ഇട്ടിട്ടുണ്ട്. ഇനിയുള്ള കഷ്ണങ്ങൾ തക്കാളിക്കായും മുരിങ്ങക്കോലും അത് നമുക്ക് അവസാനം ചേർക്കാം. ഇനി ഇത് ചീരയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം, തണ്ടല്ലേ. അപ്പം ചീരയുടെ തണ്ട് ഒരു അല്പം ഉണ്ടായിരുന്നുള്ളൂ, അതും ചേർത്തു. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വയ്ക്കുന്നതിന് മുമ്പ് തീ കത്തിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചേർക്കണം. ഇത് കഴുകി വാരി ഒരല്പം വെള്ളം ഇതിനകത്തുണ്ട്, അതല്ലാതെ വെള്ളം ഒഴിക്കുന്നില്ല. പിന്നെ ഒരല്പം കാശ്മീരി മുളക് പൊടി, അതൊരു സൈഡിൽ. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, അത് ഈ സൈഡിൽ. മഞ്ഞൾപ്പൊടി ഒട്ടും കുറയ്ക്കണ്ട, കാരണം പച്ചക്കറികൾ പലതും വാങ്ങിയതാണല്ലോ. ഇനിയുള്ളത് ഒരല്പം എണ്ണ, വെളിച്ചെണ്ണയാണ്. ഒരല്പം തൈരും എടുത്തുകൊണ്ട് വരാം. അപ്പം നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അവസാനം പച്ച വെളിച്ചെണ്ണ ഒഴിക്കും, അതാണ് അവിയലിൻ്റെ സ്വാദ്. പക്ഷേ ആദ്യം തന്നെ നമ്മൾ ഒരല്പം എണ്ണ ഒഴിച്ചാൽ അതിനൊരു പ്രത്യേക സ്വാദാണ്. നിങ്ങളിങ്ങനെ ഉറപ്പായിട്ടൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇനി ചേർക്കുന്നത് തൈരാണ്.
അത് ഞാൻ ഇന്ന് മാങ്ങയൊന്നുമില്ല, ഒരു തക്കാളിക്ക ചേർക്കണേ ഉള്ളൂ. അപ്പോൾ പുളിക്ക് തൈര്, ഈ തൈരിനകത്തും എണ്ണയ്ക്കകത്തും ഒക്കെ വേകുന്ന ആ അവിയലിൻ്റെ സ്വാദൊന്ന് വേറെ തന്നെ. നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ. നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഇനി ഇത് നമുക്ക് തീ കത്തിക്കാം, മൂടി വെച്ച് വേവിക്കാം. ഒരു വാഴയില എടുത്തുകൊണ്ടൊന്ന് മൂടിയാലും പ്രത്യേക സ്വാദാണ്. പക്ഷേ ഈ മഴയത്ത് വാഴയില എടുക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്കുള്ള മൂടപ്പാത്രം കൊണ്ട് മൂടി അഡ്ജസ്റ്റ് ചെയ്യുക. ഇതേ മൂടിയും വെച്ചു. മൂടി വെക്കണം കേട്ടോ, അത് ഉറപ്പായിട്ട്. അവിയൽ എപ്പോഴും ആവിയിലാണ് വേകുന്നത്, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അത് ആവി അതിനകത്ത് നിൽക്കണമെങ്കിൽ മൂടിയിരിക്കണം, നല്ലൊരു മൂടയായിരിക്കണം. അതുകൊണ്ടാണ് അതിനോട് ചേർന്ന് വാഴയില വെച്ച് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയുന്നത്. വാഴയില വന്ന് ആവി തട്ടിയിട്ട് വീണ്ടും കറിക്കകത്തേക്ക് തന്നെ കഷ്ണങ്ങളിലേക്ക് പൊക്കോളും. അപ്പം ചേർന്നിരിക്കുന്ന മൂടയാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഇതിൻ്റെ ആവി വരുന്നോടം വരെ ഇങ്ങനെ വെച്ചിട്ട് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കണം. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റും കൊണ്ട് ആവി വരും. തിളയ്ക്കുന്ന ഒച്ച കേൾക്കാം, ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ വേകുന്നോടം വരെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കാതെ നോക്കുകയും വേണം. പിന്നെ ഈ പടവലങ്ങ ആയാലും കുമ്പളങ്ങ ആയാലും വഴുതനങ്ങയായും എല്ലാം വെള്ളമുള്ളതാണ്. ഇതിൻ്റെ എല്ലാം വെള്ളം ഇറങ്ങി വന്നോളും താനും. അതുകൊണ്ട് വേണം വേഗം. ഞാനപ്പോൾ തീ ഇച്ചിരി കുറച്ച് വെച്ചു. ഇപ്പോൾ 2 മിനിറ്റും കൂടെ ആയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കഷ്ണമൊക്കെ അങ്ങ് അടിച്ചെന്നല്ലേ. കഷ്ണങ്ങൾ താന്നു പോയി. അതുകൊണ്ടോ നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല, ഉപ്പ് നീരല്ലാതെ. അത്രയും വെള്ളമായി. ഉപ്പല്പം കുറവുണ്ട്. ഇനി നമുക്ക് മുരിങ്ങക്കോലും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളിക്ക അല്പം കൂടെ കഴിഞ്ഞിട്ടിട്ടാൽ മതി. അന്നേരത്തിന് അരപ്പും റെഡിയാക്കാം. നമുക്കൊന്നോടെ ഇളക്കിയിട്ട് കൊടുക്കാം. അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്, എരിവിന് ആവശ്യമുള്ളത്. നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത് എടുക്കാം. പിന്നെ ഉള്ളി, ഒരു അല്പം ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു പേമ്പല്ലോളം ഉള്ളി എങ്കിലും അരയ്ക്കണമെന്നാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വല്യമ്മ പറയണേ. ഉള്ളിയൊന്നും പലരും അവിയലിന് അരക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരല്പം ജീരകം. പിന്നെ വേണ്ടത് തേങ്ങ. ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. നമുക്ക് ഒന്നോടെ എന്തോന്ന് നോക്കാം. ചേനയ്ക്കാണ് ഏറ്റവും കൂടുതൽ വേവുള്ളത്. ചേന വെന്തോന്ന് നോക്കാം. ചേന വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുരിങ്ങക്കായുടെ കളർ മാറി. അപ്പോൾ അതും വെന്തിട്ടുണ്ട്. ഇനി ഒരല്പസമയം കൂടെ വെന്തോളും തന്നെ. തക്കാളി ചേർത്ത് കൊടുക്കാം. ഉപ്പുണ്ട്. പുളി ഒരല്പം കുറവുണ്ട്. തക്കാളിയുടെ പുളി കൊണ്ട് അത് ആയിക്കോളും. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. നമുക്കൊന്നോടെ നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. മുരിങ്ങക്കോല് മാത്രം ഇനി വെന്തോന്ന് നമുക്കൊന്ന് നോക്കാനുള്ളതുള്ളൂ. ബാക്കിയെല്ലാം വേണ്ട. മുരിങ്ങക്കോലും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. ഇത് അരപ്പിവിടെ റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ
കഷ്ണത്തേൽ ഒരല്പം തേങ്ങ വേണം, എന്നാൽ ഒത്തിരി തേങ്ങ ആകെ കൊള്ളുകയില്ല. അപ്പം എണ്ണ കറിക്കകത്ത് തേങ്ങ കാണാൻ മാത്രം വേണം തന്നെ. ഒരു ചേനയാണല്ലോ നമ്മൾ ആദ്യം എടുത്തത്. ആ ചേനയുടെ ഒരു പകുതി തേങ്ങ അളവ് തേങ്ങ ഉണ്ടെങ്കിൽ എല്ലായിടത്തും പിടിക്കാനാവും. ഇനി നമുക്ക് കറിവേപ്പില കണ്ടാൽ തന്നെ നല്ല സൂപ്പർ അവിയലല്ലേ, ടേസ്റ്റും ഉണ്ട്. പുളിയുണ്ടോയെന്ന് ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ മത്തങ്ങ ഇല്ലായിരുന്നു, മത്തങ്ങ കിട്ടുവാണെങ്കിൽ അത് ഇടുന്നതായിരുന്നു. എൻ്റെ അടുത്തില്ലായിരുന്നു. നല്ല അവിയലിൻ്റെ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് വാങ്ങാം. അതുവരെ അരപ്പൊന്ന് ആവി കയറാൻ വേണ്ടി നമുക്ക് മൂടി വയ്ക്കാം. ആവി കയറിയ മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് നന്നായിട്ടൊന്ന് തിരുമ്മി കറിവേപ്പിലയും ഇട്ട് ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കണ്ടോ, വെന്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം മേളിൽ കയറി വരുതേ, അടിയിലൊട്ടും വെള്ളമില്ല. കറിവേപ്പില ഇട്ടു. നമുക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഞാൻ തീ നിർത്തിയിട്ടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചതാ. മൺചട്ടി ആയതുകൊണ്ടാണ് ഇപ്പോഴും അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നല്ല റെയിൻബോ സൂപ്പർ അവിയൽ റെഡിയായി. ഓണത്തിന് എല്ലാവരും ഇങ്ങനൊരു അവിയൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കമൻ്റ് ഇടണേ എൻ്റെ വീഡിയോയ്ക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.